ഹലോ പീപ്പിൾ, ദിബിൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 സെപ്റ്റംബർ 20 ജോഷ് കോളി സംവിധാനം ചെയ്ത് തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ഒരു അനിമേറ്റഡ് മൂവിയാണ് ട്രാൻസ്ഫോമേഴ്സ് 1. സിനിമ കണ്ടായിരുന്നു ഞാൻ. സിനിമ കണ്ട എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. സിനിമയുടെ പ്രധാന കഥയെന്ന് പറയുന്നത്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സൈബർട്രോണിൽ രണ്ട് സുഹൃത്തുക്കൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു, ഈ ഒപ്റ്റിമസ് പ്രൈമും ഈ മെഗാട്രോണും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പും ഇവർ തമ്മിൽ പിന്നെ ശത്രുക്കളാവുന്ന കഥയാണ് സിനിമയിലൂടെ പ്രധാനമായി ചർച്ച ചെയ്തു പോകുന്നത്. പക്ഷേ അതിനൊക്കെ മുമ്പേ ഇവർക്ക് മെഗാട്രോണിന് മുമ്പേ ഒരു ശത്രു ഉണ്ടായിരുന്നു. അതാണ് സെൻറ്റിമെൻ്റൽ പ്രൈം. അയാളാണ് ഈ സൈബർട്രോണിനെ അടക്കി ഭരിച്ചിരുന്നത്. ഒരുപാട് ട്രാൻസ്ഫോമേഴ്സിനെ ട്രാൻസ്ഫോം ആക്കാനുള്ള ശക്തിയെല്ലാം മോഷ്ടിച്ചതിന് ശേഷം അവരെ കൊണ്ട് അടിമപ്പണി ചെയ്യിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ തിരിയുന്ന രണ്ട് ഓട്ടോബോക്സാണ്, ഒന്ന് ഒപ്റ്റിമസ് പ്രൈമും രണ്ട് മെഗാട്രോണും. അപ്പോൾ അതാണ് സിനിമയുടെ പ്രധാന കഥയെന്ന് പറയുന്നത്. സിനിമ ഒരു ലൈവ് ആക്ഷൻ മൂവിയല്ല, ഒരു അനിമേഷൻ മൂവിയാണ്. അപ്പം ഈ സിനിമയിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് വെച്ചാൽ പീറ്ററിൻ്റെ ശബ്ദം. ഒപ്റ്റിമസ് പ്രൈം എന്ന് പറയുമ്പോൾ പീറ്ററിൻ്റെ ശബ്ദമാണ് എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്. ആ ഗാംഭീര്യം, ആ കമാൻഡിങ് പൊസിഷനുള്ള ശബ്ദം മാത്രമാണ് ഞാൻ ഇവിടെ മിസ് ചെയ്യുന്നത്. വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. ഒപ്റ്റിമസ് പ്രൈം എന്ന് പറയുമ്പോൾ ആ ശബ്ദമാണ് ഞാൻ മിസ് ചെയ്യുന്നത്. അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഗംഭീരമായിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയാണ്. ബംബിൾ ബി എന്ന് പറയേണ്ട ആവശ്യമില്ല. ബംബിൾ ബി എങ്ങനെയാണോ അതുപോലെ കോമഡി ആയിട്ട് കിട്ടിലായിട്ട് വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഒരുപാട് ട്രാൻസ്ഫോമേഴ്സിൻ്റെ ആദ്യ മൂവി തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ട്രാൻസ്ഫോമർ 1 എന്ന ആദ്യ മൂവി തന്നെയെങ്കിലും 1986 കാലഘട്ടത്തിൽ ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ട്, ഒരു അനിമേറ്റഡ് മൂവി. അപ്പോൾ അതാണ് ആദ്യത്തെ മൂവി എന്ന് പറയുന്നത്. ഇതിൽ ഈ വർഷത്തിലെ ആദ്യത്തെ മൂവി ഇത് തന്നെയാണ്. അങ്ങനത്തെ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പം സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗംഭീരമായി കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമ. രോമാഞ്ചിഫിക്കേഷനൊക്കെ, രോമം ഇഴിച്ചിരിക്കുന്ന സീനൊക്കെ ഉണ്ട് ക്ലൈമാക്സ് എത്തുമ്പം. പിന്നെ ഒരു റൈസ് എത്തുമ്പോൾ കിഡിലിട്ട് വന്നിട്ടുണ്ട്. അതൊരു ഒപ്റ്റിമസ് പ്രൈമും പിന്നെ ഈ മെഗാട്രോണും കിഡിലുള്ള ഫൈറ്റ്സൊക്കെ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ബംബിൾ ബി ഒരു രക്ഷയില്ല. പിന്നെ ഒപ്റ്റിമസ് പ്രൈമിന് ശബ്ദം കൊടുത്തിരിക്കുന്നത് നമ്മളെ തോറാണ്, ക്രിസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്കാർലറ്റാണ് എലീനയ്ക്ക് ശബ്ദം കൊടുത്തിട്ടുള്ളത്. ബംബിൾ ബിയൊക്കെ ഒരു രക്ഷയില്ല. കോമഡിയും ആക്ഷൻസും എല്ലാം ഒരുമിച്ച് അതൊക്കെ കണ്ടിരിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ആ ഓട്ടവും ആ ആക്സ് പോലത്തെ സംഭവങ്ങൾ പറഞ്ഞ സീനൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു രക്ഷയുള്ള സിനിമ തന്നെ. അപ്പം എനിക്ക് ഈ സിനിമ, ഈ അനിമേറ്റഡ് മൂവി ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നല്ലൊരു തിയേറ്ററിൽ ചെന്ന് കാണാൻ ശ്രമിക്കുക. എന്നിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ്സ് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലെന്ന്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ട്രാൻസ്ഫോമർ 1 എന്ന് പറയുന്ന അനിമേറ്റഡ് മൂവിയെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് നന്ദി.